പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇത് ഷെയർ ചെയ്യുന്നവർ സമർപ്പിക്കുന്നു. ഇത് സ്റ്റാറ്റസ് ഇടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അമ്മയെ പരിശുദ്ധമ്മേ പ്രത്യേകമെന്ന് ആശീർവദിക്കണമേ. അവർ സുവിശേഷത്തിൻ്റെ കയ്യാളുകളായി നിന്നുകൊണ്ട് കർത്താവിനെ കൈമാറുന്ന വലിയ സ്വർഗത്തിന് ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണമേ. അവരുടെ ഭാരങ്ങൾ നീ ഏറ്റെടുക്കണമേ. അവർ മുഴുവനായി നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ പ്രേക്ഷിതരെയും അങ്ങയുടെ ദിവസത്തിനെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ സങ്കടക്കാരെയും അങ്ങയുടെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ രോഗികളെയും അങ്ങയുടെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങ് കേൾപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത മനുഷ്യരുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്, ഇപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാ സങ്കടങ്ങളും നീ ഏറ്റെടുക്കണം കർത്താവേ. അവർ തളരുമ്പോൾ കർത്താവേ നീ തന്നെ താങ്ങാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ആവശ്യകത കർത്താവ് എങ്ങനെയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴും ആത്മാവ് അവാച്യവ നെടിയുറപ്പിന് അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുമ്പോഴും കർത്താവെ പ്രാർത്ഥിക്കുവാൻ തന്നെ തോന്നാത്ത മനുഷ്യരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ളവർക്ക് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥമായിരിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, പ്രാർത്ഥനയിലും ആധ്യാത്മികം തളർന്ന് വീഴുന്നവരെ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സിടിഞ്ഞു പോയവർ, നാക്ക് തളർന്നു പോയവർ, പ്രാർത്ഥന തളർന്നു പോയവർ, അവരെല്ലാം താങ്ങി കോരിയെടുക്കണമേ അമ്മേ.
അവർക്ക് വേണ്ടി എല്ലാ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. അങ്ങ് അമ്മയുടെ മക്കൾ തളരുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അവർ നിവർന്ന് നിന്ന് സ്വന്തം ശക്തിയിലെ സ്വന്തം ശക്തിയിൽ പ്രാർത്ഥിക്കുന്നവരെ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരണസമയത്ത് പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് കുരിശിന്റെ ചുവട്ടിൽ ദൈവപിതാവിനാൽ നിർത്തപ്പെട്ട അമ്മയെ, പരിശുദ്ധ അമ്മയെ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. മരണനേരത്ത് മാത്രമല്ല, ജീവിതം തളരുമ്പോൾ, ജീവിതം ശോകമുഖമാകുമ്പോൾ അവർക്ക് എല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കും. ഇന്ന് വ്യാഴാഴ്ച ഈ 16-ാം തീയതി ആരെല്ലാമോ ഈ ശുശ്രൂഷ വിഷമത്തോടെ കൂടുന്നുണ്ടോ, ഇന്ന് വ്യാഴാഴ്ച ജനുവരി 16-ാം തീയതി ആരെല്ലാമോ ഹൃദയഭാരത്തോടെ ഈ ശുശ്രൂഷ കൂടുന്നുണ്ടോ, ഈ കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വേദനിക്കുന്നവരും വ്യാപരാതി കൊള്ളുന്നവരും, വിദ്യാഭ്യാസത്തിൽ നിന്ന് ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് ഔട്ടാക്കി കളയുമെന്ന് പറഞ്ഞുള്ള ഭീഷണിക്കുന്ന കർത്താവ് വിഷമിക്കുന്നവരെ, ഇങ്ങനെ ഓരോ തരത്തിൽ ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിൽ ലീവിന് വന്നിരിക്കുന്നവരുണ്ട്. പിന്നെ അവർ പോയിട്ടേ ഇല്ല, എന്തിനൊന്നും അറിയാൻ പാടില്ല. കുടുംബം വിറ്റെങ്കിൽ അവരെ വിട്ടാൽ മതിയെന്ന് മാതാക്കന്മാർ അയക്കുമ്പോൾ കുടുംബം വാങ്ങാൻ പോലും ആരും വരാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നഷ്ടം തിരിയുന്നവരുണ്ട്. അമ്മേ, എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു വിഷയം മാത്രമല്ല, ജീവിതത്തിൻ്റെ മനുഷ്യന് താങ്ങാനോ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത മേഖലയിൽ ഏകാഗികളായി പോകുന്നവരെ കർത്താവെ അമ്മേ, അവിടെ കൂടെ അമ്മ കൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇതുപോലെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ദൈവത്തിൻ്റെ അടയാളം ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ കൈപ്പിടുത്തം ഉണ്ടാകാൻ, ദൈവം അവരുടെ കൈ പിടിക്കുന്നതായിട്ട് അവർക്ക് തോന്നാത്ത വിധത്തിൽ മറ്റുള്ള മേഖലകളിൽ നമുക്ക് സഹായഹസ്തം കിട്ടുന്നതിന് വേണ്ടി ഞാൻ എല്ലാ സഹായവും ആവശ്യമുള്ളവരെയും നിങ്ങൾ ശിരസ് നമിക്കുക. എല്ലാ സഹായവും ആവശ്യമുള്ളവരും ശിരസ് നമിക്കുക. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ പ്രബലമാകുന്നതിന് വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ 39 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസ അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനശക്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത്, ഷെപ്പളെ, ദൈവം നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അത് ന്യായമാണെങ്കിൽ ദൈവം അപ്പം തന്നെ ചെയ്യും എന്നാണ് സുവിശേഷം പറയണത്. അത് ന്യായമല്ല, അതിനേക്കാൾ പോർട്ട്ഫോളിയോ പ്രാധാന്യപ്പെട്ട കാര്യം ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവം ആ വഴിക്കും, അതും സുവിശേഷം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോർക്കും ഈ അച്ഛൻ ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ വായിച്ചെടുക്കണതെന്ന്. അങ്ങനെയല്ല, എവിടെ നിന്നാണ് അച്ഛൻ ഇതൊക്കെ ഉദ്ധരിക്കണതെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് വേണമെങ്കിലേ ഇപ്പോഴേ രാവിലെ മത്തായിയുടെ സുവിശേഷം 8:2 മുതൽ അങ്ങനെ വായിച്ചേ. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അല്ല, ക്ലിയർ അല്ലേ? ആ പ്രാർത്ഥന ക്ലിയർ അല്ലേ? ഈശോ ആ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ ഭാഷയിൽ തന്നെ ഉത്തരം കൊടുക്കണ്ടല്ലേ? അതാണ് ഈശോ. നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ. അപ്പോൾ നമ്മുടെ വികാരത്തിന് അയാളുടെ ഒരു വികാരം എന്താണ്? അയാളുടെ ഈ കുട്ടികളുടെ വികാരം എന്താണ്? അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല. അതാണ് പ്രശ്നം. അയാളുടെ ഭാര്യയ്ക്ക് പോലും മനസ്സില്ല അയാളെ സഹായിക്കാൻ. ഇയാളെ കാണുമ്പോൾ തന്നെ അവർ 4 കാലം വീണ് ഓടും. അയാളുടെ മക്കൾക്ക് മനസ്സില്ല അയാളെ സഹായിക്കാൻ. മനസ്സുള്ളൊരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വേദനയോടെ വന്ന് പറയണം, നീയും അതുപോലെയാണോ ദൈവമേ? പക്ഷേ നീയും അതുപോലെ അല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ മനസ്സില്ലാത്ത ആൾക്കാരാണ് കണ്ടിരിക്കണത്. പക്ഷെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആരുടെ കാര്യത്തിന് മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും. അപ്പോൾ ഈശോ ചെയ്യേണ്ട പരിപാടിയില്ല. ആ മനുഷ്യൻ്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിൻ്റെ ഭാഷയിൽ അവനോട് അവൻ്റെ വികാരത്തിൻ്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല, പക്ഷേ എനിക്ക് മനസ്സുണ്ട്. നീ ശുദ്ധിയുള്ളവനാവുക. എന്തൊരു സംഭവമാണ് ഈ വചനം. അപ്പം തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി. അപ്പം കർത്താവ് പറഞ്ഞു, ഈ കാര്യം നീ തൽക്കാലം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിനോട് അവൻ പറഞ്ഞത് കർത്താവ് കേട്ടു. പക്ഷെ അവനോട് കർത്താവ് പറഞ്ഞത് അവൻ കേട്ടില്ല. അത് നമ്മുടെ വേറെ ഒരു വേർഷനാണ് ഇവൻ.
വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കണം, ദൈവം പറഞ്ഞൊന്നും നമ്മൾ കേൾക്കത്തില്ല. അതിൻ്റെ ഉടമ്പടി കുറേ ആൾക്കാർ പിഴച്ചു പോയത്. പക്ഷെ ഒത്തിരി പേര് ഒരു 2% പിഴച്ചാലുമേ 98% ഇന്ന് കൃപാസനത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ഈ കൃപാസനം ഇല്ലെങ്കിൽ എത്രയോ പേര് ഇതിനകം ഈ ലോകം വിട്ടു പോകേണ്ടായിരുന്നു. അവർക്ക് അനുഭവങ്ങൾ പറയണതാണ്, മരിച്ചു പോകേണ്ടായിരുന്നെന്ന് ജീവിത പ്രശ്നം കാരണം. അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് എന്തു ആവട്ടെ, അതെല്ലാം കർത്താവിന് മനസ്സുണ്ടായിട്ട്, കർത്താവ് ആ 98% പേരിൽ കർത്താവിന് മനസ്സുണ്ടായിട്ട് അപ്പം മാതാവിൻ്റെ മധ്യസ്ഥയിൽ അവർക്ക് അവരെ നിലനിർത്തി കൊടുത്തതാണ്. ഇനിയും ദൈവം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം വേറെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. കാര്യം ഇതാ എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവതാളത്തിലാകുമ്പോൾ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഇതൊക്കെ കേട്ട് അറിഞ്ഞ് വന്നാൽ പിന്നെ നിക്കക്കള്ളിയില്ല. കാര്യം കർത്താവിൻ്റെ പ്രൈവറ്റ് പ്രെയർ ടൈമിന് കോംപ്രമൈസ് ചെയ്യത്തില്ലായിരുന്നു. ഈശോയ്ക്ക് ഏറ്റവും വലിയ എപ്പോഴും പിതാവുമായിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അത് ആൾക്കാരെ കട്ടുകൊണ്ട് പോകാൻ പിതാവ് സമ്മതം. ഇപ്പോൾ തന്നെ അറിയണമെങ്കിൽ നേരത്തെ ഇതുപോലെ ഈശോനെ തിരക്കി കുറേ ആൾക്കാർ വന്നായിരുന്നു നമ്മൾ വായിച്ചത്. പക്ഷെ അപ്പോൾ ഈശോ പറഞ്ഞ് അതിന് വഴിപ്പെട്ടില്ല. അപ്പോൾ ഈശോക്ക് മനസ്സിലായിരുന്നു. നമ്മൾ വായിച്ചത് ലൂക്ക 4:43. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും. ഇവിടെ മനസ്സില്ല, ഈ ജനക്കൂട്ടത്തെ കാണാൻ ആവശ്യമൊക്കെ മനസ്സില്ല. എന്താ അവന് പറയാനുള്ള കാര്യം എന്താണ്? മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സ്നേഹപൂർവ്വം അവരെ ഡിപ്പാർട്ട് ചെയ്യേണ്ടി. പക്ഷെ ഈ കുഷ്ഠരോഗിയെ ഡിപ്പാർട്ട് ചെയ്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അടയാളങ്ങൾ മാത്രം, അത്ഭുതങ്ങൾ മാത്രം, അതിശയങ്ങൾ മാത്രം കാണാൻ യേശുവിൻ്റെ കൂടെ ജനങ്ങൾ കൂടിയാൽ പതുക്കെ ഈശോ നമ്മളെ സ്കൂട്ടാക്കും, അല്ലേ? പരക്കെ ഈശോ നമ്മളെ ഡിപ്പാർട്ട് ചെയ്തു പോകും. എന്താണ് ആ സുവിശേഷം സ്വീകരിക്കാതിരിക്കുന്ന മറ്റുമായി ഇവരെ അത്ഭുതം മാത്രം സ്വീകരിക്കാതിരിക്കുകയല്ലേ? ആ കുഷ്ഠരോഗിയാണെങ്കിലും അയാളോട് പറഞ്ഞു നീ ഇതാരോടും പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും പോയി അയാൾ പറഞ്ഞത് കാരണം ജനങ്ങളെല്ലാം വന്നു. അത് കാരണം ഈശോയ്ക്ക് പരസ്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി അവിടെ. കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ശുശ്രൂഷയും എല്ലാം തലത്തിലായി. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഇപ്പം എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഒത്തുതീർപ്പിന് വിധേയമാക്കരുത്. ഇന്ന് അക്രൈസ്തവർ പോലും 12-16 ജപമാലയൊക്കെയാണ് ഒരു ദിവസം ചെല്ലണത്. രാത്രി 2 മണിക്കിരുന്ന് വരെ വചനം വായിക്കുന്നവരുണ്ടെന്നാണ് അവർ ചിലരൊക്കെ പറയണത്. അപ്പോൾ എനിവേ എന്ത് വായിക്കൊള്ളട്ടെ. പക്ഷേ ഇന്ന് അതേസമയം തന്നെ നമ്മൾ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ഇന്നത്തെ ദിവസം ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടത്തില്ല. എന്ത് വിഷയത്തിലേക്ക് ഞാൻ പോയാലും അവസാനം ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും. നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുസ്മരണയ്ക്ക് വേണ്ടി തിരിച്ചു വരും. എവിടെ പോയാലും കർത്താവെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം എന്നെ നീ പ്രത്യേകം പരിശീലിപ്പിക്കണമേ. കർത്താവെ ഞാൻ പറഞ്ഞേക്ക നീ കേൾക്കണേക്കാൾ ഉപരി അതുപോലെ തന്നെ നീ പറയണതും ഞാനും കേൾക്കാൻ, അങ്ങനെ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു അഭിഷേകം ലഭിച്ചു പോകാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഈ വചനം കേട്ട് എല്ലാവരും ഇന്ന് എവിടെയെല്ലാം മേഖലയിലും മനസ്സുകൊണ്ട് യാത്ര ചെയ്തു പോയാലും തിരിച്ച് നിന്നിൽ തന്നെ തിരിച്ചു വരാനും നന്ദിയായിട്ടും സമർപ്പണമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിന്നോട് വന്ന് ഞങ്ങളുടെ വികാരത്തിൻ്റെ ഭാഷയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ നിൻ്റെ കൂടെ അങ്ങ് മനസ്സുകൊണ്ടായിരിക്കാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ പേര് ആവശ്യിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ആഗ്നസ്. ഞാൻ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ ഓൾഡ് ഏജ് ഹോമിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ വീട് തൊടുപുഴ ചിലവ് ഇടവകാംഗമാണ്. ഞാൻ 2023 നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൽ നിന്നാണ് കൃപാസന അമ്മ മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കൃപാസനം അമ്മയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കേട്ടപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഇവിടെയെല്ലാം അമ്മ മാതാവ് ഒരുപാടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്
എന്നുള്ള ചിന്തയോടെ അമ്മമാതാവിനെ പറ്റി ഒന്നും അറിയാൻ ആഗ്രഹിക്കാതെ ഞാൻ തിരിച്ച് ജർമ്മനിയിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരിക്കൽ യൂട്യൂബിൽ എന്തോ തിരയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രസംഗവും ധ്യാനവും എല്ലാം കയറി വന്നു. പക്ഷേ അച്ഛൻ്റെ ശൈലി എനിക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ ആ ടോക്കുകളൊന്നും കേട്ടില്ല. അതങ്ങനെ കടന്നുപോയി. ഞാൻ അമ്മമാതാവിനെ മറന്നും പോയി. പിന്നീട് ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ എന്തോ നോക്കുമ്പോൾ ഒരു യങ് ഗേൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ആ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉപേക്ഷിച്ചു പോയി. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തോ പ്രയാസമുണ്ടായപ്പോൾ വീണ്ടും അമ്മമാതാവിനെ തിരഞ്ഞുപിടിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ നീസ് അവളും ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ജീവിക്കാതെ ഉടമ്പടി ഉപേക്ഷിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അമ്മമാതാവിനോട് ചോദിച്ചു, എൻ്റെ മാതാവേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നീസിന് വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നീ ആ ഉടമ്പടി ഏറ്റെടുത്ത് നടത്തുക. എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും. ഞാൻ അന്നു മുതൽ ഉടമ്പടി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി, അതിനെപ്പറ്റി പഠിച്ചു. ഉടമ്പടി എടുക്കാതെ 3 മാസം ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഭംഗിയായി ഞാൻ മുന്നോട്ട് പോയി. പിന്നീട് ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരിക്കൽ അമ്മച്ചി എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചിക്ക് ഭയങ്കര തലവേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ എന്നും വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് അമ്മമാതാവിനോട് കരഞ്ഞുകൊണ്ട് പറയും, അമ്മമാതാവേ, എനിക്ക് സഹിക്കാവുന്ന വേദനയെ തരാവുള്ളൂ എന്ന്, നീയും കൊച്ചുമേയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ വിശ്വാസം, എനിക്ക് ഇത്ര പോലും വിശ്വാസമില്ലല്ലോ, ഞാനും പ്രാർത്ഥിക്കും, അമ്മമാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ച് പിറ്റേ ദിവസം ഒരു ഫ്രൈഡേ ആയിരുന്നു. അന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ വിളിച്ചു പറയുന്നുണ്ട്, തലയിൽ മുഴയുള്ള ഒരു സഹോദരിയെ സൗഖ്യപ്പെടുത്തുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ അമ്മച്ചിക്ക് തലയിൽ മുഴയല്ലല്ലോ, ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ അച്ഛൻ പറയുകയാണ്, തലയിലെ ഞരമ്പിൽ അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ സുഖപ്പെടുത്തുന്നുവെന്ന്. അതെൻ്റെ അമ്മച്ചിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ, വല്ലപ്പോഴുമൊക്കെ വരും. സഹിക്കാവുന്ന വേദന നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. രണ്ടാമതായി, ഞാൻ ജർമ്മനിയിലെ 2 സഹോദരങ്ങളെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 സഹോദരങ്ങൾ, ഒരു കുടുംബത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി, അവരെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സഹോദരന് സ്ട്രോക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾക്കുമായിരുന്നു, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലം ലഭിക്കുമെന്ന്. ഞാൻ 11 മണിക്കാണ് എനിക്ക് ന്യൂസ് കിട്ടുന്നത്. ആ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് ആയുസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവർ 2 പേരും ഇന്ന് സുരക്ഷിതരായിരിക്കുന്നു. രോഗസൗഖ്യം അവർക്ക് നൽകി. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജോലി സ്ഥലത്ത് എനിക്ക് അമ്മമാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി, നല്ല പനിനീർപ്പൂവിൻ്റെ മണം. പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അത് അമ്മമാതാവാണെന്ന്. പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വരുമ്പോഴും എനിക്ക് നല്ല മണം. ഞാൻ എൻ്റെ സഹോദരിമാരോടെല്ലാം ചോദിച്ചു, നിങ്ങളെന്നാ വല്ല പെർഫ്യൂമും ഇവിടെ ഉപയോഗിച്ചോ? അവർ പറഞ്ഞു ഇല്ല എന്ന്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അത് അമ്മമാതാവാണെന്ന്. അതിനുശേഷം രാത്രിയിലെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ റൂമിൽ നല്ല പനിനീർപ്പൂവിൻ്റെ മണം. പിന്നെ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു ഫീലിംഗ്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അമ്മമാതാവേ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് പേടിയാകുന്നുവെന്ന്. ഉടനെ അമ്മമാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നു, മുട്ടുകൂത്തി നിന്ന് കൈയും പിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അതുപോലെ ചെയ്തു. അപ്പോൾ പുറകിൽ നിന്ന് ഒരു കരം എൻ്റെ ഉരത്തിൽ കൊണ്ടുവന്ന് വെച്ച് എന്നെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ചു. പക്ഷേ ആ സുഗന്ധ അഭിഷേകം, ആ സ്മെൽ ഒരാഴ്ചയോളം എൻ്റെ റൂമിലുണ്ടായിരുന്നു. എൻ്റെ അവിശ്വാസത്തിന് ഞാൻ അമ്മമാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകിയതിന് അമ്മയ്ക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിലോ മഞ്ജുവിന് കണ്ണിൻ്റെ കാഴ്ച കുറയുകയും സിവിയർ ഹെഡേക്കുമായിരുന്നു. പരിശോധനയിൽ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതായിട്ട് കണ്ടെത്തി. 12 നോർമൽ, അത് 50 കൂടുതലായിരുന്നു. വിശദ പരിശോധനകൾ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അതെന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം, ചിലപ്പോൾ അത് ക്യാൻസർ രോഗം മൂലമായിരിക്കാമെന്ന് പറഞ്ഞു. അവരൊരു ബ്ലഡ് പ്രൊഫൈൽ ടെസ്റ്റ് എടുത്ത് പുറത്തേക്ക് അയച്ചു. 10 ദിവസം കഴിഞ്ഞേ അതിൻ്റെ റിസൾട്ട് വരികയുള്ളൂ. ആ 10 ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മമാതാവിനോട് പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ, എൻ്റെ മഞ്ജുവിന് ആയുസ് കൊടുക്കണം,
ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗവുമായിരിക്കണം, വേറെന്ത് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് നൽകിയത് മഹാ അനുഗ്രഹം. ഒരു മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പൂർണ്ണ സൗഖ്യത്തോടെ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അമ്മ മാതാവിന് നന്ദി. പിന്നെ രാത്രിയിൽ ഞാൻ എപ്പോഴും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇങ്ങനെ എഴുന്നേക്കുമായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുന്നേൽക്കുന്നതെന്ന്. ഒരു പ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മ എന്നെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ 1 മണിക്കും 2 മണിക്കും എഴുന്നേൽപ്പിക്കുന്നത്? അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കറിയില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കരുണക്കൊന്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെയും എന്നെ വീണ്ടും 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ വിളിച്ചുണർത്തും. അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇന്ത്യൻ സമയം 5:30 എന്ന് പറയുന്നത് ജർമ്മനിയിൽ 2 മണിക്ക് ഡെയിലി ബ്ലെസ്സിങ് പ്രയറിൻ്റെ സമയമാണ്. നീ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിങ് പ്രയർ കൂടി പ്രാർത്ഥിക്കുക. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എന്നും 2 മണിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിങ് പ്രയർ കൂടും. ഡെയിലി ബ്ലെസ്സിങ് പ്രയറിൻ്റെ അടിയിൽ ഞാൻ ഇൻറ്റൻഷൻ എഴുതിയിടുമായിരുന്നു. എൻ്റെ നീസ് CMA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവൾ പല പ്രാവശ്യം CMA എക്സാം എഴുതിയിട്ടും പാസ്സാകുന്നില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവും ഈശോയും കൂടെ കൺഗ്രാജുലേഷൻ എന്ന് എഴുതി ഒപ്പിട്ട് എനിക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞു. ഒരിക്കൽ രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ക്ലാസ് റൂം ഞാൻ കാണുകയാണ്. അവിടെ ഒരു അധ്യാപകനും ഒരു അധ്യാപികയുമുണ്ട്. അവരൊരു മാർക്ക് ഷീറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഈ നടുക്കാണ് കൺഗ്രാജുലേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്, അത് ശരിയല്ല, അതുകൊണ്ട് ആ പേപ്പർ ഇങ്ങോട്ട് തന്നേരെ, ഞാനത് വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു തരാമെന്ന്. അമ്മ മാതാവ് 4 സബ്ജക്റ്റിന് വിജയം നൽകി എൻ്റെ നീസിനെ അനുഗ്രഹിച്ചു. അടുത്ത 4 സബ്ജക്റ്റ് കൂടിയുണ്ട്. അത് ജൂണിൽ പരീക്ഷ എഴുതുകയാണ്. അമ്മ മാതാവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് വിജയം നൽകി ഒപ്പിട്ട് തിരിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്ത ആത്മാക്കളോട് വലിയ സ്നേഹമായിരുന്നു. എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാ മാസവും ഓരോ കുർബാന ചൊല്ലിക്കും. പിന്നെ എനിക്ക് കിട്ടുന്ന ഓഫ് ഡേയ്സിൽ ഞാൻ 2 കുർബാന കൂടി, ഒരു കുർബാന ഞാൻ അമ്മ മാതാവിനോട് പറയും, അമ്മ മാതാവേ ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ്, സ്വീകരിക്കണമേ എന്ന് പറയും. പിന്നെ ഞാൻ ചെയ്യുന്നത്, അമ്മ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്ത് അത് ഫോട്ടോയായിട്ടും ചെറിയ ബുക്ക് മാർക്കായിട്ടും ഒത്തിരി പേർക്ക് അവിടെ സഹോദരങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തു. പിന്നെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരുപാട് പേരെ സഹായിക്കാനും എനിക്ക് അമ്മ മാതാവ് ഇട നൽകി. ഇതിനെല്ലാത്തിനും അമ്മ മാതാവിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാൻ 0യാണ്. അമ്മ മാതാവേ, നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഊണിലും ഉറക്കത്തിലും എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു. ഇന്ന് ഈ ദിവസം ഈ അമ്മ മാതാവിൻ്റെ, ജീവിക്കുന്ന അമ്മ മാതാവിൻ്റെ സ്നേഹമുള്ള ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ഈ അൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കൃപ തന്ന അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും 1000 നന്ദി. ജെറമിയ 7:23 ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. സിസ്റ്റർ ആഗ്നസ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ഒരവധിക്കാലത്ത് കൃപാസനത്തിൽ വരികയും എന്നാൽ അമ്മ മാതാവിനെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മാതാവിൻ്റെ വലിയ തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴും അതും ആകർഷിച്ചിരുന്നില്ല എന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് സാക്ഷ്യം തുടങ്ങുന്നത്. എന്നാൽ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സിസ്റ്ററിനെ വല്ലാതെ സ്വാധീനിച്ച് തുടങ്ങുമ്പോഴാണ് ജീവിതം കൃപാസനം മാതാവിലേക്ക് ചേർന്ന് നിൽക്കുന്നത്, ജീവിതത്തിന് ആത്മീയമായ വലിയ വളർച്ചയിലേക്ക് മാറുന്നതിന് സഹായിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, സാക്ഷ്യം കേട്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഇടയ്ക്ക് വെച്ച് എൻ്റെ നീസ് ഇട്ടുപോയ ഉടമ്പടി ഏറ്റെടുത്ത് നടത്തുവാൻ എനിക്ക് സാധിക്കുമോ എന്നാണ്. അങ്ങനെ എങ്ങും കണ്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാനത് ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ 3 മാസത്തേക്ക് എൻ്റെ ആ സഹോദരി, എൻ്റെ നീസിന് വേണ്ടി ആ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ശരിക്കും സിസ്റ്ററിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ മെറിറ്റും അവിടെയാണ്.
മറ്റൊരാളുടെ ഉടമ്പടി വീണു പോകുമ്പോൾ ആ ഉടമ്പടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ കുറവുണ്ടെങ്കിൽ അത് നിവർത്തണമേ, പരിഹരിക്കണമേ, ഈ ഒരു കുറവിലേക്കും നയിക്കാതെ ആ ഉടമ്പടിയുടെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോവുക. പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഓരോരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് സിസ്റ്റർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തേത്, അമ്മയുടെ രോഗാവസ്ഥ ക്ലേശമുള്ളതായിരുന്നു. ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ കഴിഞ്ഞ സാക്ഷ്യത്തിൽ നമ്മൾ അത് തന്നെയാണ് ശ്രമിച്ചത്. ഡെയിലി ബ്രെഡ് എത്രത്തോളം നമുക്ക് അനുഗ്രഹത്തിൻ്റെ അവസരമാകുന്നു. അച്ഛൻ ഓരോ പ്രഭാതത്തിലും നമുക്ക് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ദൂരെയാണെങ്കിലും, നാം പ്രാർത്ഥിക്കുന്ന വ്യക്തി എത്ര അകലെയാണെങ്കിലും അത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകുന്നുവെന്ന് വീണ്ടും ഈ സാക്ഷ്യത്തിൽ ആവർത്തിക്കുകയാണ്. സിസ്റ്റർ ജർമ്മനിയിലിരുന്ന് തൊടുപുഴയിലുള്ള അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ സിസ്റ്റർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തലയിലുള്ള മുഴ പോകുന്നതിനെക്കുറിച്ച് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് മുഴയല്ലല്ലോ എന്നാണ് പെട്ടെന്ന് മനസ്സിലേക്ക് സിസ്റ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത. അടുത്ത വാചകം, നരമ്പിൻ്റെ ചുരുക്കമുള്ള വേദന, രോഗം സൗഖ്യപ്പെടുന്നുവെന്ന് അച്ഛൻ അടുത്ത വാചകം ഉടനെ ദൈവാത്മാവിനാൽ പ്രചോദിതമായി ഉച്ചരിക്കുകയാണ്. സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്, ആ നിമിഷം മുതൽ, അന്നു മുതൽ പിന്നീട് ഇന്ന് വരെയും എൻ്റെ അമ്മയ്ക്ക് സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ, വളരെ ഗുരുതരമായ ജീവിതത്തിൻ്റെ വേദനയും രോഗാവസ്ഥയും മാറിക്കിട്ടിയെന്ന്. പിന്നീട് പറയുന്നുണ്ട് സിസ്റ്ററിലേക്ക് വന്ന രോഗാവസ്ഥ, അതിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഗുരുതരമായ ക്യാൻസർ വരെ എത്താവുന്ന രോഗവിഷയങ്ങളുമൊക്കെ ഡോക്ടർമാർ പറയുമ്പോഴും പൂർണ്ണമായി ഉടമ്പടി മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ ഏറ്റെടുത്താൽ ഇത് സൗഖ്യപ്പെടുമെന്ന വിശ്വാസത്തോടെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന വിഷയവും അത് മരുന്ന് പോലും കഴിക്കാൻ ആവശ്യമില്ലാത്ത പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു നീസിൻ്റെ വിഷയവും സൂചിപ്പിച്ചു. CMAയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അമ്മ മാതാവ് അത് പൂർണ്ണ വിജയമായി കുഞ്ഞിന് നൽകുന്നുവെന്നാണ്. ഈ ലഭിച്ച സൗഖ്യങ്ങളെയും അനുഭവങ്ങളെക്കാളുപരിയും ആത്മീയ ജീവിതത്തിൽ ലഭിച്ച കാഴ്ചപ്പാടുകളും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവുമാണ് ഏറ്റവും സന്തോഷത്തോടെ സിസ്റ്റർ പങ്കുവയ്ക്കുക. ഒരു ദിനം കിട്ടിയ സുഗന്ധാഭിഷേകം, ആ പ്രഭാതം മുഴുവനും ചെല്ലുന്നിടത്തൊക്കെയും അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സുഗന്ധാഭിഷേകം അന്ന് സന്ധ്യയ്ക്ക് മുറിയെത്തുന്നത് വരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരാഴ്ചയോളം ആ സുഗന്ധാഭിഷേകം നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് ഉടമ്പടി ആഗ്രഹിച്ച് വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നാം ഉറപ്പിച്ചു പിടിച്ചുവെന്ന് അമ്മയ്ക്ക് ബോധ്യമായാൽ അമ്മ സാന്നിധ്യം കൊണ്ട്, സന്ദേശം കൊണ്ട്, ശക്തമായ ഇടപെടലുകൾ കൊണ്ട്, ദൈവികമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നിരന്തരം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് സൗഖ്യമായി തീരും, സമാധാനമായി തീരും, വിശ്വാസത്തിൻ്റെ ആഴപ്പെടലായി മാറും. അത് തടസ്സപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾക്ക് തുറവിയായി തീരും. അങ്ങനെ ഉടമ്പടി നമുക്ക് ദൈവസന്നിധിയിൽ വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ നാളുകളിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ്. സന്തോഷത്തോടുകൂടി ഉടമ്പടി നമുക്ക് ജീവിക്കാം. വിശ്വസ്തയോടുകൂടി അതിൻ്റെ ഓരോ നിബന്ധനയും പാലിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. വലിയ കാര്യങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തതയുള്ളവരാകാം. അമ്മ മാതാവിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.